നമ്മുടെ റീൽസുകളെല്ലാം അങ്ങനെ വൈറലാക്കാം. അതുവഴി എങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാം. അതുമാത്രമല്ല, ഇതുവഴി എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫേസ്ബുക്കിൽ റീൽസുകൾ ഇടാറുണ്ട്. അതുപോലെ ഇൻസ്റ്റയിലും റീൽസുകൾ ഇടാറുണ്ട്. യൂട്യൂബിൽ ഷോർട്സുകൾ ഇടാറുണ്ട്. ഇത് എളുപ്പം ആളുകളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഇതുവഴി പണം ഉണ്ടാക്കാനും ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൂട്ടാനുമുള്ള ഒരു 1-2 ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീൽസുകൾ എപ്പോഴും ഒരു 60 സെക്കൻഡ് താഴെ ആയിരിക്കുള്ള മിക്കവാറും റീൽസുകൾ. ഇതിൽ ആദ്യത്തെ ഒരു 3-4 സെക്കൻഡുകൾ ആളുകളെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും ഒരു ഹൂക്ക് അതിൽ വേണം. അത് പ്രധാനമായിട്ട് പണ്ടൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് വെച്ചത്, ഇത് കണ്ടോ അല്ലെങ്കിൽ ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ല, ഇത് നിങ്ങൾ അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഓരോ വീഡിയോക്കും വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോ ഹൂക്കുകൾ കൊടുക്കുകയാണെങ്കിൽ ആ സ്ക്രോൾ ചെയ്ത ആളുകൾ പോകുമ്പോൾ നിങ്ങളുടെ വീഡിയോ വരുമ്പോൾ അവിടെ നിൽക്കാൻ ആൾക്ക് തോന്നും, അവിടെ കുറച്ച് നേരം കാണാനും തോന്നും, അതുവഴി നിങ്ങളെ ഫോളോ ചെയ്യാനും തോന്നും. ഇങ്ങനെ നമ്മൾ കൂടുതൽ നേരം നമ്മളെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് അതുവഴി ധനസമ്പാദനത്തിനുള്ള മാർഗവും കിട്ടും. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ ട്രെൻഡിങ് നമുക്ക് അറിയാൻ പറ്റും, ഒരു മേളിലേക്ക് പോകുന്നൊരു വളഞ്ഞൊരു ആരോ ഉണ്ടാവും. അതുപോലെ ഫേസ്ബുക്കിലും എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക. പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെർച്ച് ചെയ്ത് പാട്ടുകൾ എടുക്കുമ്പോൾ പലപ്പോഴും കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ആദ്യം തന്നെ അവർ സജസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവർ കോപ്പിറൈറ്റ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള മനസ്സും കാണിക്കുക. അങ്ങനെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്ടാഗ് ഇടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും 5 ഹാഷ്ടാഗിൽ കൂടുതൽ ഇടാതിരിക്കുക. 5 ഹാഷ്ടാഗുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക. ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതും ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു 5 ഹാഷ്ടാഗുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. 5 ഹാഷ്ടാഗുകൾ എന്നിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 5 പേരും കൂടി മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 5 പേരെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വൈറൽ വീഡിയോ നമുക്ക് റെഡിയാവുന്നതാണ്. ഇത് മാത്രമല്ല, അടുത്തത് നമുക്ക് കണ്ടൻറ് മോണിറ്റൈസേഷൻ വഴി നമുക്ക് റീൽസിന് പണവും കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീൽസ് വൈറലാക്കാനായിട്ടുള്ള ഒരു കാര്യം നമുക്ക് റെഡിയായി കിട്ടും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു റീല് നമ്മുടെ വൈറലാകാനും സാധ്യതയുണ്ട്. സ്ഥിരം ഈ ഒരു മാർഗ്ഗം നിങ്ങൾ പിന്തുടരുക. പിന്നെ ഏത് സമയത്താണ് നമ്മളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുന്നത്, വീഡിയോകൾ കൂടുതൽ കാണുന്നത്, ആക്റ്റീവായിട്ടിരിക്കുന്നതെന്ന സമയം നോക്കിയിട്ട് ആ സമയത്ത് കൂടുതൽ അപ്ലോഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതുവഴി നമുക്ക് നമ്മളുടെ ചാനൽ വളർത്താം, അല്ലെങ്കിൽ പേജ് വളർത്താം, നമുക്ക് ഏണിങ്സും ഉണ്ടാക്കിയെടുക്കാം, ഫോളോവേഴ്സിനെയും കൂട്ടാം. ഏതായാലും ഇപ്പോൾ തന്നെ ഒരു റീല് റെഡിയാക്കുക. എന്നിട്ട് ആ റീല് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം നോക്കിയിട്ട് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ടൈം ഏതാണോ ആ ടൈമിന് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വൈറലാകാൻ ശ്രമിക്കാമെന്നേ.